മുസ്ലിം ഒന്നു ചേർന്നുകൊണ്ട് അതിൽ പങ്കുചേരുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന് എല്ലാവിധ ഐക്യവും യോജിപ്പും എല്ലാവിധ റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കാര്യപരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഉസ്താദിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രസംഗം ഉണ്ടാകും. അതുപോലെ നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ ആശംസ അറിയിക്കും. പിന്നീട് പതാക ഉയർത്തി ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും സമ്മതത്തോടെ നമ്മുടെ ഹത്തീസ്ഥാനം കൊണ്ട് പതാക ഉയർത്തിത്തണം നടത്തുകയാണ്. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ഗംഗ ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശിശമാഹേ गाहे तब जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ നബിയ്യിനാ വ മൗലാനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിന് എല്ലാവിധ സമാധാനവും സലാമത്തിൻ്റെയും വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെയധികം സ്നേഹം നിറഞ്ഞ തലക്കോട്ടുംമൂല ജുമാ മസ്ജിദ് മഹല്ല് നിവാസികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ വേളയിലാണ് നാം ഉള്ളത്. നമുക്കറിയാം 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ സുദിനത്തിലാണുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ 3 നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യ ബ്രിട്ടീഷ് വൈദേശിക ശക്തികൾ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളെ എല്ലാവിധ ബുദ്ധിമുട്ടിലും അക്രമങ്ങളും അഴിച്ചുവിടുകയും ഭിന്നിപ്പിച്ച് ഭരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെ വല്ലാതെ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കലാണ് ഓരോ ഓഗസ്റ്റ് 15 കടന്നു വരുമ്പോഴും. അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ വില ചെറിയ വിലയല്ല. സ്വാതന്ത്ര്യം എല്ലാ കാലഘട്ടത്തിലും അത് നാം ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാത്തിനും ഏത് മതമനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ജീവിക്കുവാനും ഒരു മനുഷ്യൻ വിഭാവനം ചെയ്യുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുമായി സഹകരിച്ച് കഴിയുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നത് 1947 ഓഗസ്റ്റ് 15 അവർ നേടിത്തന്ന ആ ഒരു സ്വാതന്ത്ര്യം എത്രമേൽ വലുതാണെന്ന് പറഞ്ഞാൽ അവരുടെ ത്യാഗവും നാം ഓർക്കുമ്പോൾ, നാം ഒക്കെ വാഗൺ ട്രാജഡിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ 1921 നവംബർ 20 വാഗൺ ട്രാജഡി നടന്നത്. അത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്നും പോത്തന്നൂരിലേക്ക് 100 കിലോമീറ്ററാണ് ഒരു ഗുഡ്സ് വാഹനത്തിൽ 150 കിലോമീറ്ററാണ് 100 പേരെ കുത്തി നിറച്ചുകൊണ്ടൊരു വാഹനത്തിൽ കൊണ്ടുപോയി. ആ വാഹനം പോത്തന്നൂരിലേക്ക് എത്തുമ്പോൾ 70ഓളം ആളുകളാണ് ആ സമയത്ത് മരണപ്പെട്ടു പോയത്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവരൊക്കെ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലം ഓർക്കലാണ് ഇത്തരം ഓരോ ഓഗസ്റ്റ് 15 നാം ഇങ്ങനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഓരോ ജനങ്ങളും ഓഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചുള്ള ത്യാഗോജനമായ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള അയവിറക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ നേടിത്തന്ന സ്വാതന്ത്ര്യം പരിപൂർണമായി ഈ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം അതൊക്കെ നല്ല നിലക്ക് ആസ്വദിക്കുവാനും ആ സമാധാനം നിലനിർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം ഒരു ആഘോഷത്തിൻ്റെ വേളയിൽ നിൽക്കുമ്പോൾ പുതുതലമുറ ചിന്തിക്കേണ്ട ഒരു ചിന്തയുണ്ട്. നമ്മുടെ പൂർവികരായ ആളുകൾ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം, ആ പൂർവികർ നേടിത്തരുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അത്രമേൽ പരിതാപകരമായിരുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർ അവർ നടത്തിയ ഏറ്റവും വലിയ തന്ത്രം. എല്ലാവിധ ഐക്യത്തിൽ നിന്നപ്പോൾ ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യ അത്രയും വലിയ മഹാരാജ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ അവർ തകർക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ പണി പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ ഭിന്നിക്കുന്ന ഒരു സാഹചര്യം വന്നതും ബ്രിട്ടീഷുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് കൈകടത്താൻ സാധിക്കുകയും ആ ബ്രിട്ടീഷ് അധിനിവേശം ഇവിടെ
അവിടുത്തെ രാജ്ഞി അവിടെ നിന്നുകൊണ്ട് ഇവിടെ ഭരിക്കാനുള്ള എല്ലാ അവസ്ഥയും ഉണ്ടാവാൻ കാരണം ഇവിടെ ഭിന്നിപ്പിനൊരു അവസ്ഥ വന്നതാണ്. ഈ പുതുതലമുറ ഇനി ചിന്തിക്കേണ്ട ചിന്ത ഇവിടെ വർഗീയത വരാതെ പരസ്പരം സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും എല്ലാവരും എല്ലാ മതങ്ങളെയും പരസ്പരം മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും കഴിയണം എന്നുള്ളതാണ് ഓരോ ഓഗസ്റ്റ് 15 നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് എല്ലാവിധ ഐക്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇവിടെ കഴിയുവാനും അതിൻ്റെ എല്ലാവിധ വഴികളും അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുണ്ടൂല ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിലും ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിലും നടത്തപ്പെട്ട ഈ 80-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവിടെ വന്ന എല്ലാ മഹല്ല് നിവാസികൾക്കും ഇവിടെ മദ്രസ കുട്ടികൾക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും എൻ്റെ പേരിലും മഹലിൻ്റെ പേരിലും ആശംസ നേർന്നു. മഹല്ല് സെക്രട്ടറി ഫരീദ് കുഞ്ഞിക്ക് 2 വാക്ക്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ബഷീർ ഖത്തീബ് ഉദ്ഘാടനം പ്രസിഡന്റ് ഉസ്താദ് ഉസ്താദ് വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50-ാമത്തെ സ്വാതന്ത്ര്യ ആഘോഷം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കുട്ടുമുണ്ട ജമാഅത്തിൻ്റെ ഇതിലുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ നമ്മുടെ പരിപാടി അവസാന കാലത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹ് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ മഹല്ല് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞിക്കയെ ആദരിക്കുന്നു. ഇവിടെ 80-ാം സ്വാതന്ത്ര്യ വാർഷികം ഇവിടെ Thank